ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഏവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മസാല ദോശയും അതേപോലുള്ള ദോശ വിഭവങ്ങളും. ഇന്ന് വിവിധ രുചിഭേദങ്ങളിൽ ദോശകൾ ലഭ്യമാണ്. അങ്ങനെയുള്ള ഒന്നാണ് ചിക്കൻ ടിക്ക മസാല ദോശ. അല്പം എരിവും പുളിയും ആ ക്രീമി ടെക്സ്ചറും കൂടി ചേർന്ന മസാല ദോശയുമായി ചേരുമ്പോഴുള്ള ആ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് തിരിച്ചും മറിച്ചുവിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. നന്നായി പഴുത്ത 2 തക്കാളി 1 കപ്പോളം വെള്ളത്തിൽ 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റി നന്നായി അരച്ചെടുത്തതാണിത്. ഇനി ഇതൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി ചെറുതായി എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിക്കുക. അതിനുശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം കസൂരി മേത്തി കൂടി ചേർത്താൽ ദോശയിലേക്ക് ആവശ്യമായ ചിക്കൻ ടിക്ക മസാല തയ്യാർ. ഇനി ചൂടായ ദോശ തവയിലേക്ക് 1 തവി ദോശമാവ് ഒഴിച്ച് പരത്തി ചെറുതായി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക മസാല വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ സവാളയും
മല്ലിയിലയും കൂടി ചേർത്ത് ഇത് ഫോൾഡ് ചെയ്തെടുത്താൽ വളരെ രുചികരമായ ചിക്കൻ ടിക്ക മസാല ദോശ റെഡി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നല്ലൊരു രുചി തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.